മുളയിൽ മെനയുന്ന ജീവിതം. 20 വർഷങ്ങൾക്ക് മുമ്പാണ് മുളയിൽ ജീവിതം മെനയാൻ തയ്യാറെടുത്ത വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല സ്വദേശി സബിത ചിരട്ടയിലും മുളയിലുമായി വിവിധ 40-ൽ പരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നു. ഇതുതന്നെയാണ് സബിതയുടെയും കൂടെയുള്ളവരുടെയും ജീവിതമാർഗം. കസ്റ്റമർ ഓർഡർ അനുസരിച്ചിട്ട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. എത്ര ദിവസം കൊണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കും? നമുക്ക് എത്രയാണോ തരുന്നത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇത് ഹാൻഡ് മെയ്ഡ് ആണോ? ഹാൻഡ് മെയ്ഡ് വർക്കാണ്. ഇത് എവിടുന്നാ നിങ്ങൾ പറഞ്ഞത്? വയനാട്. ഈ മുളകളൊക്കെ എവിടുന്നാണ് ഒപ്പിക്കുന്നത്? മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണോ അല്ലെങ്കിൽ? അല്ല, നമുക്ക് അത് നമ്മൾ താമസിക്കുന്ന അവിടെ തന്നെ ഫോറസ്റ്റിൽ നിന്ന് സംഘടിപ്പിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ? സ്വന്തമായിട്ട് ചെയ്യാണ്. ഇപ്പൊ 5 പേര് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? അതിന് പ്രോഫിറ്റ് ഉണ്ടായില്ലേ? കുഴപ്പമില്ല. അത്യാവശ്യം ഒരു കുടുംബം ജീവിച്ചു പോകാനുള്ള കിട്ടും. 5 കുടുംബം, മൊത്തത്തിൽ 7 കുടുംബം ഇതുമായിട്ട് ജീവിക്കുമോ? ഞാൻ ഉണ്ടാക്കുന്ന 40-ൽ പരം പ്രോഡക്റ്റുകളിൽ കുറച്ച് പ്രോഡക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് വൈൻ കപ്പാണ്. ഇത് കീ ചെയിനാണിത്. ഇത് ക്ലിപ്പ്, മാലകള്, ടീ കപ്പ്. ഇത് ടീ കപ്പാണ്. ഇത് ബൗൾസ്, തവികള്, ചിരട്ടപ്പൊട്ട്. ഇത് നമ്മൾ ബെല്ലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഹോളിംഗ് ബെല്ലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഹോളിംഗ് ബെല്ലായിട്ട് നമ്മൾ വീട്ടിൽ ഉമർത്ത് തൂക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ പ്രാവശ്യത്തെ സംസ്ഥാന അവാർഡിന് ഞാൻ ഈ പ്രോഡക്റ്റ് സമർപ്പിച്ചിട്ടുണ്ട്. റിസൾട്ടൊന്നും വന്നിട്ടില്ല. വയനാട്ടിൽ നിന്ന് സെലക്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോയതാണ്. നിലവിൽ 7 സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. വീടിനോട് ചേർന്ന് ചെറിയൊരു ഷെഡുണ്ടാക്കി അതിലാണ് നിർമ്മാണങ്ങൾ നടത്തുന്നത്. ചിരട്ടയിലും മൂളയിലും മനോഹര ശില്പങ്ങൾ ഒരുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ട്രെയിനിങ്ങും കൊടുക്കാറുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തമിഴ്നാട്ടിൽ പോയി ട്രംബലിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. വയനാട്ടിൽ നല്ല സംരംഭക എന്ന നിലയിൽ പ്രധാനമന്ത്രിയുടെ ആദരവും കിട്ടിയിട്ടുണ്ട്. ചിരട്ട കൊണ്ടും മുള കൊണ്ടും ജീവിത വിജയം നേടിയ സബിത ഇന്ന് 7 കുടുംബങ്ങൾക്ക് വിശപ്പടക്കാൻ വഴികാട്ടിയത്. കൂടുതൽ പേര് ഈ മേഖലയിലേക്ക് കടന്നു വരണമെന്നാണ് സബിത ആഗ്രഹിക്കുന്നത്. ന്യൂസ് 95 എറണാകുളം.